മാധ്യമം പോഡ്കാസ്റ്റ്. മാധ്യമം എഡിറ്റോറിയൽ 2026 ജൂൺ 30 ചൊവ്വ. രാജഗോപാലിനോടുള്ള ഐക്യദാർഢ്യം പേരുമായ്ക്കപ്പെടുന്ന ജനാധിപത്യക്രമത്തെ തിരിച്ചുപിടിക്കാനുള്ള പോരാട്ടമാണ്. പൗരജനങ്ങളെ പന്തുതട്ടി കളിക്കാൻ വിട്ടുകൊടുക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടുന്നതാണ് ഇന്നത്തെ എഡിറ്റോറിയൽ. SIR പന്തുതട്ടിക്കളിയോ? പിതാവ് പ്രമുഖ ഗാന്ധിയനും മദ്യവിരുദ്ധ പ്രവർത്തകനും ഗാന്ധി സ്മാരക നിധിയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന കോളേജ് അധ്യാപകൻ. മാതാവ് കോളേജ് അധ്യാപിക. ജനാധിപത്യത്തിനും പൗരാവകാശങ്ങൾക്കും വേണ്ടി നിലകൊണ്ട അവരിരുവരുടെയും പാതയിലൂടെ നടന്ന മകൻ മാധ്യമപ്രവർത്തനം തൊഴിലായി സ്വീകരിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് കൊൽക്കത്തയിലേക്ക് ഊരും വിലാസവും വോട്ടും പറിച്ചു നട്ടു. സംഭവബഹുലമായ പത്രപ്രവർത്തനത്തിലൂടെ ബംഗാളും കടന്ന് ദേശീയ തലത്തിൽ തന്നെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മൂല്യാധിഷ്ഠിത മാധ്യമപ്രവർത്തനത്തിന്റെ മുൻനിരയിൽ വിലാസം പതിച്ചെടുത്തു. കൊൽക്കത്തയിൽ നിന്നുള്ള ദി ടെലഗ്രാഫിന്റെ ധീരനായ പത്രാധിപരായി ഉയർന്നു. എല്ലാമായിട്ടെന്ത്? കൊൽക്കത്തയിലെ ബാളിഗഞ്ച് നിയമസഭാ മണ്ഡലത്തിൽ പതിവായി വോട്ട് രേഖപ്പെടുത്തി വന്ന ദി ടെലഗ്രാഫ് മുൻ പത്രാധിപർ R രാജഗോപാലിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിയിരിക്കുന്നു. അതും പോരാഞ്ഞിട്ട് കോടിക്കണക്കിന് വോട്ടർമാരെ എഴുതിത്തള്ളി കുപ്രസിദ്ധമായ പ്രത്യേക തീവ്ര പരിശോധനയ്ക്ക് ശേഷമുള്ള പട്ടികയിൽ പേരില്ലാത്ത കാരണം പറഞ്ഞ് അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് പുതുക്കാൻ അധികൃതർ തടസ്സവാദം ഉന്നയിച്ചിരിക്കുന്നു. പാസ്പോർട്ട് പൗരത്വത്തിനുള്ള രേഖയല്ല എന്ന് സുപ്രീം കോടതിയിൽ കേന്ദ്രം വ്യക്തമാക്കിയിരിക്കെയാണ് SIRന്റെ മറവിൽ പാസ്പോർട്ട് പുതുക്കാതെ പിടിച്ചുവെച്ചിരിക്കുന്നത്. പാസ്പോർട്ട് പുതുക്കാൻ SIRൽ പേര് വെട്ടിയതിനാൽ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ്, പിതാവിന്റെ മരണ സർട്ടിഫിക്കറ്റ്, പാൻ കാർഡ്, ആധാർ കാർഡ്, താമസിക്കുന്ന വീട്ടിലെ ഗ്യാസ് ബിൽ തുടങ്ങിയ രേഖകൾ ആവശ്യപ്പെട്ടു. നടപടിക്രമത്തിന്റെ ഭാഗമായി ബയോമെട്രിക്സും എടുത്തു. എല്ലാം കഴിഞ്ഞപ്പോൾ കൊൽക്കത്ത പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസിലെത്താൻ നിർദ്ദേശം. അവിടെ ചെന്നപ്പോൾ പറയുന്നു SIRൽ പേരില്ലാത്തതിനാൽ വോട്ടർ പട്ടികയിൽ പേര് വന്നാലല്ലാതെ പാസ്പോർട്ട് നൽകാനാവില്ലെന്ന്. ഉറങ്ങുന്നവനെ ഉണ്ണാൻ വിളിച്ചുണർത്തി ഊണില്ലെന്ന് പറയുന്ന ഈ ക്രൂര വിനോദത്തിന് എന്തു പറയും? ഒന്നും പറയാനില്ല. ഇതാണ് നരേന്ദ്രമോദി സർക്കാർ നയിക്കുന്ന പുതിയ ഇന്ത്യ. അവിടെ വോട്ടർ പട്ടികയിൽ പേരു ചേർത്ത് മേൽവിലാസം ഉറപ്പിച്ചു കിട്ടാൻ, പാസ്പോർട്ട് പുതുക്കി അമേരിക്കയിലെ മക്കളെ കാണാനുള്ള യാത്രാരേഖ ഒപ്പിക്കാൻ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്ന രാജഗോപാലിനെ സെക്യൂരിറ്റി കൺട്രോൾ ഓർഗനൈസേഷനിലേക്ക് പറഞ്ഞുവിട്ടു. അവിടെ നിന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസിലേക്ക്, അവിടെ നിന്ന് മുതിർന്ന ഉദ്യോഗസ്ഥനെ കാണാൻ, അവിടെ ചെല്ലുമ്പോൾ വീണ്ടും പഴയ SIR വിട്ടുകാണിച്ച് കൈമലർത്തൽ. ഈ പന്തുതട്ടിക്കളിയിൽ പെട്ടുപോയ രാജഗോപാലിന് നഷ്ടമായത് മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനുള്ള അവകാശം. ഈ കളിയിൽ പെട്ടുപോയ ആയിരങ്ങളിൽ SIRൽ പേരില്ലാത്തതിനാൽ കുഞ്ഞിന്റെ ജനന സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തവരുണ്ട്. റേഷൻ റദ്ദാക്കുമെന്ന് ഭീഷണി നേരിടുന്നവരുണ്ട്. സർക്കാർ നടപടിക്രമങ്ങൾക്ക് പിറകെ കൂടാൻ അറിയുന്നവരും അവരുടെ സഹായം കിട്ടിയവരും അപ്പീൽ സമർപ്പിച്ച് ട്രൈബ്യൂണലിന്റെ ദയക്ക് കാത്തിരിക്കുന്നുണ്ട്. എന്നാൽ ഈ ധാരണകളൊന്നുമില്ലാതെ അപ്പീൽ നൽകാനറിയാത്ത 10,000 പേര് വെട്ടിപ്പോയ പശ്ചിമ ബംഗാളിലെ 27 ലക്ഷം പേരിലുണ്ട്. കുത്തും കോമയും അക്ഷരത്തെറ്റുമൊക്കെയാണ് വലിയ പൊരുത്തക്കേടുകളാക്കി മാറ്റി ജനാധിപത്യ അവകാശവും നെൽക്കക്കള്ളിയുമൊക്കെ ഭരണകൂടം അപഹരിച്ചെടുക്കുന്നത്. അതും സർക്കാർ മേൽവിലാസത്തിൽ രാഷ്ട്രാഭിമാനമായി പടുത്തുയർത്തിയ രാമക്ഷേത്രത്തിന്റെ കണിക്കകോടികൾ വെട്ടുന്ന അമ്പലം വിഴുങ്ങികളുടെ നാട്ടിൽ. SIR വോട്ടർ പട്ടിക ശുദ്ധീകരണത്തിനാണെന്നാണ് യൂണിയൻ സർക്കാർ വാദിച്ചത്. സുപ്രീം കോടതി അത് അംഗീകരിക്കുകയും ചെയ്തു. പാസ്പോർട്ട് യാത്രാരേഖ, ആധാർ താമസ തിരിച്ചറിയൽ രേഖ, പാൻ കാർഡ് നികുതി അടച്ച അടയാളം, വോട്ടർ തിരിച്ചറിയൽ കാർഡ് വോട്ട് രേഖപ്പെടുത്താനുള്ള തെളിവ്. അപ്പോൾ പിന്നെ എന്താണ് പൗരത്വം തെളിയിക്കാനുള്ള ആധികാരിക രേഖ? അക്കാര്യത്തിൽ കേന്ദ്രം ഇനിയും കൃത്യമായ നയം രൂപവൽക്കരിച്ചിട്ടില്ല. ഓരോ കേസിലും യഥാഹിതം നയമുണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഓരോ ഉദ്യോഗസ്ഥനും അധികാരിയും വംശീയവും രാഷ്ട്രീയവുമായ താൽപ്പര്യങ്ങൾ വെച്ച് നയമുണ്ടാക്കാൻ ഇത് അവസരമൊരുക്കുന്നു. ടെലഗ്രാഫ് പത്രാധിപരായിരിക്കെ രാജഗോപാൽ സ്വീകരിച്ച ജനപക്ഷ നയനിലപാടുകൾ അദ്ദേഹത്തിന് എതിരായി ഭവിച്ചോ എന്ന് മുതിർന്ന മാധ്യമപ്രവർത്തകർ സംശയിക്കുന്നത് ഈ സാഹചര്യത്തിലാണ്. SIR നടപ്പാക്കിയ പശ്ചിമ ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങൾ സർക്കാർ പദ്ധതികളിൽ നിന്നുള്ള ആനുകൂല്യം പേരുവെട്ടിയ ആളുകൾക്ക് തടയാൻ തീരുമാനമെടുത്തത് യൂണിയൻ ഗവൺമെന്റിന്റെ ഈ മിണ്ടാപ്പോക്ക് നയം മറയാക്കിയാണ്. ഇതിനെ നേരിടാനുള്ള പൗരജനങ്ങളുടെ അവകാശത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നും രാജഗോപാലിന്റെ അനുഭവം തെളിയിക്കുന്നുണ്ട്. പതിറ്റാണ്ടുകൾക്കപ്പുറമുള്ള പൂർവികരുടെ രേഖകൾ പരതിപ്പിടിച്ച് മേൽവിലാസം ഉറപ്പിക്കാൻ പൗരർക്ക് പണി കൊടുക്കുന്ന ഭരണകൂടത്തെ ജനാധിപത്യ വിലാസത്തിൽ എങ്ങനെ പൊറുപ്പിക്കും? രാജഗോപാലിന്റെ വിഷയത്തിൽ പത്രാധിപ സംഘടനയായ എഡിറ്റേഴ്സ് ഗിൽഡും പ്രതിപക്ഷവുമൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ പോലെ ഇത് ഒരു ഇരയുടേതല്ല. രാജ്യം സംശയത്തടലിൽ നിർത്തുന്ന അനേകം കോടി പൗരന്മാരുടെ വിഷയമാണ്. രാജഗോപാലിനോട് ഐക്യദാർഢ്യപ്പെടാതിരിക്കാൻ ആർക്കുമാവില്ല. അത് പേരുമായ്ക്കപ്പെടുന്ന ജനാധിപത്യക്രമത്തെ തിരിച്ചുപിടിക്കാനുള്ള പോരാട്ടമാണ്. പൗരജനങ്ങളെ പന്തുതട്ടിക്കളിക്കാൻ വിട്ടുകൊടുക്കില്ല എന്ന പ്രഖ്യാപനമാണ്. മാനവികതയും ജനാധിപത്യ ബോധവുമുള്ള ആർക്കും അതിൽ നിന്ന് മാറി നിൽക്കാനാവില്ല. മാധ്യമം പോഡ്കാസ്റ്റ്.